ഒരു കാര്യം പറയട്ടെ, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് മനുഷ്യർക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു സംഭവമാണ് മറക്കാനും പൊറുക്കാനുള്ളൊരു ഇത് അല്ലെ. എന്റെ അറിവിൽ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. മറക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ളവർ മരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. മറക്കാനുള്ള ഒരു കഴിവുണ്ടായിട്ട് നമ്മളെ ചിലർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വിട്ടുപോയിട്ട് നമ്മൾ ജീവിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അതേപോലെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ജീവിതത്തിൽ മിണ്ടി വരില്ല. അവിടേക്ക് ഇവിടേക്കൊക്കെ വിഷമങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ ആരോട് ജീവിതത്തിൽ മിണ്ടി വരില്ല. അപ്പൊ നമ്മളെല്ലാം അപ്പൊ ഭാര്യ ഭർത്താവായാലും പൊറുക്കുന്നില്ലേ. നമ്മൾ സത്യം പറയാൻ വാശി പിടിച്ച് നിന്ന ജീവിതത്തിൽ എവിടെ എത്തില്ല. ഞാൻ കണ്ടോളതാണ്. വാശി നമുക്ക് ഒരിക്കലും നല്ലതിനല്ല. അത് പ്രായമായവരായാലും ചെറുപ്പക്കാരായാലും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും വാശി പാടില്ല. വാശി ഒരിക്കലും പാടില്ല. യെസ്, അത് അവരുടെ വർത്താനത്തിൽ തന്നെ, അവരുടെ വായന തന്നെ കേൾക്കുന്ന സമയത്ത് നമ്മളൊന്നും കൂടി എടുത്തു പറയണം അല്ലേ. നമസ്കാരം പറയാൻ മറന്നു അല്ലേ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള നന്ദൂസ് വ്ലോഗ് രണ്ടാമത് ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള ആ ഒരു പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെ അടുത്തുനിന്ന് അവരോട് തീരെ കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ, ഇവരെ വീട്ടിൽ കയറ്റാതെ നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നന്ദൂസ് വ്ലോഗിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം അവരുടെ ഈ ടോപ്പിക് എന്താണെന്ന് അറിയുന്നവരായിരിക്കും മിക്കവാറും എൻ്റെ ഈ വീഡിയോ കാണുന്നത് അല്ലേ. നോക്കൂ, ഞാൻ ഇവരുടെ കേസിൽ പണ്ട് ഒക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കൊണ്ടുവന്നിടുന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളിത് റിയാക്ട് ചെയ്യുന്നത്. അത് എടുത്തു പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അത്യാവശ്യം നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ സെൻറ്റിമെൻറ്റ്സ് റെസ്പെക്ട് ചെയ്തുകൊണ്ടേ വീഡിയോസ് ചെയ്യാറുള്ളൂ. വളരെ ഹാർഷായിട്ടുള്ള ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാതിരുന്നിട്ട് കൂടി എനിക്ക് ഒരു സ്ട്രൈക്ക് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഞാനിത് ഓൾറെഡി പറഞ്ഞതാണ്, സ്ട്രൈക്ക് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ നമ്മളിപ്പോൾ ഈ യൂട്യൂബിൻ്റെ ലീഗൽ ഫ്രെയിം വർക്ക്, ഫെയർ യൂസേജ് പോളിസി എന്നൊക്കെ പറഞ്ഞ സംഘമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് സ്ട്രൈക്ക് നിലനിൽക്കില്ല എന്ന് യൂട്യൂബ് തന്നെ, ഗൂഗിൾ തന്നെ അവരോട് പറഞ്ഞ് അങ്ങനെ ആ ഒരു സ്ട്രൈക്കൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായി. ഇത് ഞാൻ പറയാനുള്ള റീസൺ, ഇതോടുകൂടി ഞാൻ ഇവരുടെ ഒരു കേസും പിന്നെ എടുത്തിരുന്നില്ല. അതിനിടയ്ക്ക് പല വിഷയങ്ങളും പല ആൾക്കാരും ഇവരുടെ റിലേറ്റഡ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു. ഞാൻ ആ റിയാക്ഷൻ വീഡിയോസ് ഞാൻ വിചാരിച്ചാൽ ഇനി ഇവരുടെ കേസ് തൊടുകയില്ല. പക്ഷേ ഇവരുടെ സിറ്റുവേഷൻ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതങ്ങനെ വലിയൊരു സംഭവമാണല്ലോ ഈ പെൺകുട്ടിയുടെ ഒളിച്ചോടി പോക്കുണ്ടായത്. പക്ഷെ ഇപ്പോൾ അവർ നന്നായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോ കണ്ടിരുന്നില്ല. ഞാൻ തീരെ കാണാറേ ഉണ്ടായിരുന്നില്ല, ഇവരുടെ വീഡിയോ കാണാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഇവരുടെ വീഡിയോ വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് എനിക്ക് ഈ വീഡിയോ അയച്ചത്. കാരണം നമ്മൾ അന്നത്തെ ഈ സിറ്റുവേഷൻ അറിയുന്നത് കൊണ്ട് തന്നെ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് അറിയാനാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ അയച്ചു തന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നോക്കുമ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം 1.5 ലക്ഷത്തിന് മേലെ 2 ലക്ഷത്തോളം വ്യൂസ് ഉണ്ടായിരിക്കും. ആകെ 200, ഞാൻ നോക്കുമ്പോൾ 195 190 കമൻറ്റ്സ്, 200 കമൻറ്റ്സിൽ താഴെ മാത്രമേ ഇവർക്കുള്ളൂ. അത്ര മാത്രമേ കമൻ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പല റിയാക്ഷൻ, പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. എന്തൊക്കെയാണ് കമൻറ്റ്സ്, ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാൻ. അപ്പോൾ ഇവരുടെ ഇടയിൽ ആകെ 190 കമൻറ്റ്സേ ഉള്ളൂ. എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഒരുപാട് പേര് അയച്ചെന്നവർ പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഇതിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ചോദിച്ചാൽ അവർ നന്നായിക്കോട്ടെ, നമ്മൾ അന്ന് തന്നെ പറഞ്ഞ കേസല്ലേ, അച്ഛനും അമ്മയും മക്കളും ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത വീടുകളില്ല, പ്രശ്നങ്ങളുണ്ടായി. അവർ ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഉണ്ടായിക്കോട്ടെ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് മക്കളെ പറ്റി കുറ്റം പറയുക, മക്കളെ അമ്മേനെ പറ്റി കുറ്റം പറയുക, ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവരത്രയധികം പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഈ അച്ഛനും അമ്മയും കൂടെയാണല്ലോ മക്കൾ അത്രയധികം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മൾ വിയോജിപ്പുണ്ടായിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനൊക്കെ പറയുന്നത്. അപ്പോൾ ആൾക്കാർ പറയുന്നത് വെച്ചാൽ നോക്കൂ, ഞങ്ങൾ ഈ ഒരുപാട് കമൻറ്റ് ഇടുന്നുണ്ട്, പക്ഷേ ആ കമൻറ്റ് എന്തെങ്കിലും വരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്താണ്, കാരണം വെച്ചാൽ കമൻറ്റ്സ് ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് കമൻറ്റ്സിൻ്റെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എനിക്കിതിൻ്റെ കുറച്ച് പേര് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എല്ലാ കുറ്റവും പ്രേക്ഷകരായിട്ടുള്ള നമുക്കാണെന്നുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കാണാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല ചാനൽസ് ഇല്ലേ, നല്ല രീതിയിൽ നിങ്ങൾ ഈ പ്രേക്ഷകരെ റെസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാവിധ അഭിപ്രായങ്ങളും എടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ, പോയി കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ. അങ്ങനെയാണ് ഞാൻ ഇവരുടെ വീഡിയോ കാണാതിരുന്നത്. സത്യമാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ വീഡിയോ കണ്ടു നോക്കുന്ന സമയത്ത് എന്താ മനസ്സിലാവുമെന്നറിയോ, ഇവർ വന്ന് ഉപദേശിക്കുക. ഈ ചെക്കനും പെണ്ണും വന്നിരുന്നിട്ട് എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. അപ്പോൾ ആദ്യം കേട്ട പോലെ തന്നെ നിങ്ങൾക്ക് ആരോടും വാശി പാടില്ല, വാശി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭഗവാൻ, ഇനി വാശി പിടിച്ചിരുന്നത് നമ്മളാണോ?
അങ്ങനെ ഒരു രീതിയിൽ വരെ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ തോന്നിപ്പോയി. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇവരുടെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. എന്താ സ്ഥിതി നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഇവർ വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛനമ്മയും മക്കളും ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഏത് വീട്ടിലുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ പോട്ടെ. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു അച്ഛനും നല്ലൊരു അമ്മയും. നമ്മളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു അച്ഛനും നല്ലൊരു അമ്മയും. വളർത്തിയത് ശരിയായില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരിക്കാം. ഞാൻ അതിനൊന്നും യോജിപ്പില്ല. കുട്ടികൾക്കിപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ തോന്നി. ബട്ട് അൾട്ടിമേറ്റ്ലി അവരിപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അവർ സന്തോഷിച്ച് പോട്ടെ, അവർ ആ രീതിയിൽ തന്നെ പോട്ടെ. അതിനിടയ്ക്ക് അവരുടെ വീട്ടിൽ ഇതിപ്പോൾ ഒരു ഒന്നിക്കാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലൊരു മരണം നടന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ക്യാപ്ഷൻസ് കണ്ടിരുന്നു എന്നല്ലാതെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നില്ല. വീഡിയോസ് ഞാൻ കാണാറില്ല. പക്ഷെ നല്ലൊരു മരണം നടന്നു. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് അവിടെ അവർ ഈ ഒരു കാര്യം കൊണ്ട് ഒന്നിച്ചു എന്നല്ല പറയുന്നത്. കമൻസിൽ അങ്ങനെ കണ്ടു, അച്ഛൻ മരിച്ചു, അച്ഛൻ കാരണമായിട്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ്. അതല്ല പറഞ്ഞത്. എന്തായാലും ഇവർ തമ്മിൽ ഒന്നിച്ചു, നല്ല രീതിയിൽ അവർ പോട്ടെ. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സർക്കാസ്റ്റിക് വേയിലൂടെ തമാശ രൂപത്തിലാണ് റിയാക്ട് ചെയ്യുന്നിട്ട്. അത്ര ഗൗരവമായിട്ട് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യേണ്ട ഒരു കേസ് അല്ലാത്തതുകൊണ്ട് തമാശ രൂപത്തിലാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. ഏത് രീതിയിൽ പോകുന്നുള്ള അറിയില്ല. എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാനൊരു വാശിയുള്ള ഒരു കൂട്ടത്തിൽ ആയിരുന്നു കുറച്ച് നാള്. പക്ഷെ ഞാൻ ജീവിതത്തോടെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിക്കോസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ സെൽഫിഷ് ആയിട്ട് ഞാൻ സ്വാർത്ഥനാണ് വിചാരിക്കും. ഞാൻ എന്റെ കാര്യങ്ങൾക്ക് മാത്രം. ഇവനെ സംസാരമൊക്കെ ആദ്യം കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇവൻ ഒരു സെൽഫ് റിയലൈസേഷൻ ഒരു മനുഷ്യന് വരുമല്ലോ, സ്വയം ഒരു തിരിച്ചറിവ്. ഇങ്ങനെയാണ് ഞാനിത് കണ്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് മുന്നോട്ട്. പക്ഷെ മുന്നോട്ട് പോയപ്പോ ഇമ്പോർട്ടന്റ് കൊടുക്കണം. എന്റെ വീട്ടിൽ എന്തെങ്കിലും ഇതേപോലെ അച്ഛനെ മരിച്ചിട്ട് എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഭയങ്കര തളരും. അതാണ് ഇപ്പൊ എന്റെ ഇവിടെ എന്തെങ്കിലും ഞാൻ മാത്രം ഇപ്പൊ എന്റെ വീടാണ്, എന്റെ വീടാണ്. അതുപോലെ തന്നെ ഇത് എന്റെ ലൊക്കാലിറ്റിയാണ്. അപ്പൊ ഇവിടെ തന്നെ കുറെ സംഭവങ്ങളുണ്ടാവും. എനിക്ക് ഇത് വിട്ടു പോകാൻ പറ്റില്ല. എനിക്ക് എന്റെ വീട് വിട്ടു പോകാൻ പറ്റണില്ല. അത് മൈൻഡ് ഉണ്ട്. എപ്പോഴും ഞാൻ എന്റെ വീട് വിട്ടു പോകണ്ടേ. ഞാൻ ആലോചിക്കണത് ഇതന്നെ കുഞ്ഞിനും സംഭവിക്കണത്. ഇവിടെ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ റിയാലിറ്റിയിൽ അത് ചിന്തിച്ച ഒരു കേസാണ് സംഭവം. കുഞ്ഞിനെ എനിക്ക് വേണമെങ്കിൽ കുഞ്ഞിനോട് ഇട്ടിട്ട് പോരാ. എന്റെ ഒരു ഇതിൽ കുഞ്ഞിനോടാക്കാൻ ഞാൻ കൂടെ പോരാ. എനിക്ക് ആരെ മൈൻഡ് ചെയ്യണം. സത്യം പറഞ്ഞിട്ട് എന്റെ പുറത്ത് ഫ്രണ്ട്സുകൾ എന്തായാലും ചോദിക്കാറുള്ള കണ്ടിട്ട് നിങ്ങൾ അവിടെ തമ്മിൽ രണ്ടു കൂട്ടരും ശരിയായോ, പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന്. അപ്പൊ എന്തുകൊണ്ടാ ചോദിക്കണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ വീട്ടുകാരായാലും ആരുടെ വീട്ടുകാരായാലും പേട്ടന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ ഒരിക്കലും അകറ്റാനല്ല നോക്കേണ്ടത്, അടുപ്പിക്കാനാണ് നോക്കേണ്ടത്. അല്ലേ? എന്തൊരു പ്രശ്നം ഉണ്ടായാലും എല്ലായിടത്തും ഉള്ളതാണ് ഈ ഒളിച്ചോട്ടും. അകറ്റാനാണ് അല്ല നോക്കേണ്ടത്, അടുപ്പിക്കാനോ നോക്കേണ്ടത്. നമ്മളാണോ നോക്കിയത്? അല്ല, നമ്മളല്ല, നിങ്ങൾ പ്രേക്ഷകർ. ഇത് പ്രേക്ഷകർ ചെയ്ത മാതിരി ഉണ്ടല്ലോ, നാട്ടുകാർ ചെയ്ത മാതിരി ഉണ്ടല്ലോ. ഇവരെന്നല്ലേ ഒളിച്ചോടി പോകുന്ന അച്ഛനമ്മയും മക്കളും തമ്മിൽ തല്ലൂടിയത്. നിങ്ങളൊക്കെ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞത്. നമ്മളും ഒന്നും പറഞ്ഞോ? ഇങ്ങനെ അങ്ങോട്ട് പറയലും പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, മിക്കവരും നമുക്കും അറിയണോ. ഒരുവിധം വീടുകളിലൊക്കെ ഒളിച്ചോട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് ഒരുപാട് വീടുകളിൽ അറിയില്ല, ഒരുപാട് വീടുകളിലൊക്കെ ഉണ്ടോ അറിയില്ല. എന്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. എന്റെ കൂടെ നിന്ന കൂട്ടന്മാരിലും കുറെ അവന്മാർ കാണുണ്ടാവും. അവർ പറയും. എന്നാൽ 2 ദിവസം മുന്നേ വിളിച്ച് സംസാരിച്ചോളൂ. അവരും പറഞ്ഞു, എടാ നിന്റെ ഒന്നും പ്രശ്നങ്ങളല്ല. അപ്പൊ ഞാനൊക്കെ വിളിച്ചോണ്ട് വന്ന പ്രശ്നങ്ങളോ, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരി. അപ്പൊ നേരെ ചൊവ്വേ കല്യാണം കഴിച്ചവർ ആരും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ എന്താ തോന്നുന്നറിയോ? ഇപ്പൊ ഈയിടെയായിട്ട് ഒരു വിഷയം ഉണ്ടായി. ജിജി മാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ദമ്പതിമാർക്കിടയിൽ ഒരു വിഷയം ഉണ്ടായി. അവർ എന്താ സംഭവം ചിന്തിച്ചാൽ അവർ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിനെ പറ്റി പ്രസംഗിച്ചു. അവർ പറഞ്ഞു, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ഭാര്യനോട് അങ്ങനെ ഇരിക്കണം, ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ ഇരിക്കണം, സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം അങ്ങനെ ഇരിക്കണം. ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. ഏകദേശം അതേമാതിരി ഇതിൻ്റെ റിവേഴ്സായിട്ടാണ്. എന്താണോ ലൈഫിൽ ഇവർ കാണിച്ചിട്ടുള്ളത്, അത് നാട്ടുകാർ പറഞ്ഞ സംഗതികൾ ഇപ്പം ഇവർ തമ്മിൽ ഒന്നിച്ചിട്ട്, ഒന്നിക്കട്ടെ കേട്ടോ, നല്ല രീതിയിൽ പോട്ടെ, ഒന്നിച്ചിട്ട് നേരെ നാട്ടുകാരോട് ഇത് സത്യം പറഞ്ഞാൽ പിരിഞ്ഞത് നമ്മളാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് തോന്നി. നന്നായി ജീവിക്കും മക്കളെ. പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തേ സോഷ്യൽ മീഡിയയിൽ അതൊന്നും കൊണ്ട് വരാതിരുന്നോളൂ. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിലും മൂത്ത ചേച്ചിയും ഭർത്താവും ആണെന്നുണ്ടെങ്കിലും ആരും ഇതുപോലെ പ്രശ്നങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരാതിരിക്കുക. സ്വന്തം പല്ലിൽ തോണ്ടി മണപ്പിക്കുക എന്ന് പറയില്ലേ, ആ പരിപാടി ചെയ്യാതിരിക്കുക. അത് ചെയ്തത് നിങ്ങൾ തന്നെയാണ് ഇത്രയും കാലം. ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് വഷളാക്കിയത് നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയാണ് മെയിനായിട്ട്. അവർ രണ്ടുപേരുമാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഫാമിലി വ്ളോഗാണെന്നുണ്ടെങ്കിൽ നല്ല കോണ്ടൻറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആൾക്കാർ പറയും. അതല്ല, ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ സംസാരിക്കും. നിങ്ങളുടെ പേഴ്സണലി വീട്ടിൽ വന്നിട്ടോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലോ ഒന്നും ആരും വന്ന് സംസാരിക്കുന്നില്ല. അത് ഒരു കാര്യം. പിന്നെ കമൻറ്റ് ബോക്സ് ഓഫാണ് വരുന്നത്. സത്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, ഞാൻ കണ്ട സമയത്തും അതെ,
ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തെറി പറയണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് വ്ളോഗും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് കാണുന്നവർക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കും. ആ അഭിപ്രായത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കമൻറ്റ് ബോക്സൊക്കെ ഓൺ ചെയ്തിടുക. കാരണം ചിലർക്ക് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ് അവർക്ക് ആ കമൻറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇവർ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ടുള്ള കോമൻറ്റ്സ് ഒന്നും കാണില്ല, എല്ലാം പോസിറ്റീവാണ്, എല്ലാം പോസിറ്റീവായിട്ട്. എന്തായാലും നന്നായി വരട്ടെ. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഞാനിത് ഈ ഒരു ഇത് എടുക്കില്ല കേട്ടോ. ഞാൻ ഒരുപാട് പേര് എനിക്ക് അയച്ചു തരുന്ന സമയത്ത്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോൾ നമ്മളിങ്ങനെ അയച്ചു തന്നിട്ട് പല വീഡിയോസ് ഇവരിങ്ങനെ കോണ്ടൻറ്റ് അയച്ചു തരും. പക്ഷേ ഞാനതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടൊരു ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ വരായികളാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. കാരണം പണ്ട് ഞാൻ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ പ്രകാരം. ഇതിലെ എക്സ്ട്രീം ലെവലിൽ സംസാരിച്ചവരൊക്കെ കണ്ടു. ഞാനങ്ങനെ സംസാരിക്കാറില്ല. എന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യം അമ്മക്ക് സ്ട്രൈക്ക് അടിച്ചു. കുഴപ്പമില്ല, സ്ട്രൈക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ രീതിയിലുള്ള യൂട്യൂബിൻ്റെ ലീഗൽ ഫ്രെയിം വർക്കിൽ നിന്നിട്ട് നമ്മളതിനെ നേരിടുന്നതായിരിക്കും. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീട്ടിൽ കാണാം. ബൈ.